സോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷനിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനാണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്ക് ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ്. എന്താണ് ഈ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്? ഇതെന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. അത് ടീച്ചർ സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്ന ഒന്നാണ്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ബെറ്റർ ആയിട്ടുള്ള അവരുടെ ലേണിംഗ് എൻവയൺമെൻറ്റ് ശരിയായിക്കൊണ്ട്. അപ്പോൾ ടീച്ചർ സ്റ്റുഡൻസിന് കൊടുക്കുകയാണ് ആൻഡ് നല്ലൊരു ലേണിംഗ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ ടീച്ചേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്നാണ് കുറച്ചും കൂടി നല്ല ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ക്രിയേറ്റ് എ ഹെൽത്തി എൻവയൺമെൻറ്റ് ഫോർ ദ സ്റ്റുഡൻസ്. അടുത്തയാണ് പ്രിൻസിപ്പിൾസ്. ഇപ്പം ഇതിനകത്ത് നമുക്ക് ഒന്നാമത്തെ പോയിൻ്റാണ് മാനേജിങ് സെൽഫ്. സ്വന്തമായിട്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ട് അവർ ഡിസയറബിൾ ആയിട്ടുള്ള ഗോൾസ് റീച്ച് ചെയ്യുന്നത്. പിന്നെ അവരുമായിട്ട് നല്ലൊരു സ്ട്രോങ് ബോണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്, നല്ലൊരു നല്ല ഗുഡ് ലേണിംഗ് എൻവയൺമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. കുറേ സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷൻസും നമ്മളിവിടെ വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് നമ്മളൊരു ക്ലാസ് റൂം മാനേജ് ചെയ്യേണ്ട പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. സ്ട്രാറ്റജീസ് ഫോർ എഫക്റ്റീവ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. ഇപ്പം ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ ടീച്ചറിന് ഐഡിയൽ ആയിട്ടുള്ള ബിഹേവിയർ എന്ന് വെച്ചാൽ ടീച്ചർ ഭയങ്കര പൊളൈറ്റ് ആയിരിക്കണം. ദെൻ സ്റ്റുഡൻസുമായിട്ട് ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഉപയോഗിക്കരുത്. ക്ലാസ് നല്ല അൺഇൻട്രപ്റ്റഡ് ആയിട്ട് വേണം പോകാനുള്ളത്. പിന്നെ സ്റ്റുഡൻസിന് റിവാർഡ് കൊടുക്കണം. അപ്പം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്, ഗുഡ് എന്നൊക്കെ പറയണം. പ്ലസ് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ്സോ അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റിക്കേഴ്സൊക്കെ കൊടുക്കുക. പിന്നെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് അവർ നിങ്ങളുടെ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളൊരു അറ്റൻഷൻ അതിലോട്ട് കൊണ്ടുവരണം. കാരണം ക്ലാസ് റൂമിൽ പിന്നെ സ്റ്റുഡൻസ് സംസാരിക്കുമ്പോഴത്തേക്ക് അതൊന്ന് നോട്ട് ചെയ്തിട്ട് അവരോട് പറയുക നന്നായിട്ട് മിണ്ടാതേക്ക് ഇരിക്കാനായിട്ട്. പിന്നെ കണ്ടൻറ്റ്, നമ്മൾ ക്ലാസ് റൂമിൽ പ്രോപ്പറായിട്ടുള്ള കണ്ടൻറ്റ് നല്ല ക്ലീൻ ആയിട്ട് ലെസൺ പ്ലാൻ ചെയ്തിട്ട് വേണം വന്ന് പഠിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവണം. നമ്മൾ നോൺ വെർബൽ ക്യൂസ് ഉപയോഗിക്കുന്നെങ്കിൽ അത് യൂസ് ചെയ്യാം. ക്ലാസ് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം. സ്റ്റുഡൻറ്റിന് നീഡ് ബേസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടാവണം അവിടെ. ബേസിക്കലി നമ്മൾ ആ ഒരു ക്ലാസ് റൂമിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ച്, ടീച്ചറിൻ്റെ ഐഡിയൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ കണ്ടൻറ്റ്, വെർബൽ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷനെ കുറിച്ച്. ദെൻ ഇതിന് പുറമെ സ്റ്റുഡൻസിൻ്റെ ബാഡ് ആയിട്ടുള്ള ബിഹേവിയർ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, റിവാർഡ്സ് കൊടുക്കണം. പിന്നെ ഒരു ഫ്രണ്ട്ലി ഒരു ഫ്രണ്ട്ലി നല്ലൊരു ഫ്രണ്ട്സ് മാറ്റർ ആയിരിക്കണം. ടീച്ചർ സ്റ്റുഡൻസുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന്, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. ആൻഡ് ഡിജിറ്റലായിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഡൈമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. ഇതിനകത്ത് എപ്പോഴും ഡൈമെൻഷൻസ് പറയുന്നതല്ല തന്നെ. ഫിസിക്കലുണ്ട്, ദെൻ സൈക്കോളജിക്കലുണ്ട്, ദെൻ കൾച്ചറലുണ്ട്, എത്തിക്കലുണ്ട്. സോ ഫിസിക്കൽ ഡൈമെൻഷൻസിനകത്ത് വരുന്നത് ലൈറ്റിങ്, വെൻറ്റിലേഷൻ, സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആണെങ്കിൽ, അടുത്തത് സൈക്കോളജിക്കൽ ഡൈമെൻഷനിലോട്ട് വരുമ്പോഴത്തേക്കും സ്റ്റുഡൻറ്റിൻ്റെ വില്ലിങ്നെസ് ആണ്. പഠിക്കാൻ കുട്ടി താല്പര്യപ്പെടുന്നുണ്ടോ, അവൾ മോട്ടിവേറ്റഡ് ആണോ പഠിക്കാനായിട്ട് നോക്കും. മൂന്നാമത്തെ സോഷ്യോ ആൻഡ് കൾച്ചറൽ ഡൈമെൻഷനകത്ത് സോഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നാലാമത്തത് എത്തിക്കൽ ഡൈമെൻഷൻസ് ആണ്. ഇറ്റ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡുമാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫാക്ടേഴ്സാണ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അവിടെ ഉള്ളതെന്ന്. കുറേ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിൽ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ അവർ തമ്മിൽ കീപ്പ് ചെയ്യുന്ന ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ക്ലാസ് റൂമിൻ്റെ എൻവയൺമെൻറ്റ്, അതേപോലെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടാണോ ക്ലാസ് ഇരിക്കുന്നത്, ഇതെല്ലാമാണ്. അപ്പം ക്ലാസ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും കൂടി, ഇപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ക്ലാസ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഉണ്ടെന്ന്, പിന്നെ ഡിസിപ്ലിൻ ആണോ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എങ്ങനെയാണ്, ആൻഡ് അവർ കീപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഒരു ക്ലാസ്സിൽ പഠിക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള രണ്ട് ആളുകൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഫെസിലിറ്റേറ്റേഴ്സ് ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. എന്താണ് ഫെസിലിറ്റേറ്റേഴ്സ്? ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും
കുറച്ച് ഗോൾസ് ഉണ്ടാവും, അവർക്ക് പ്ലാൻസ് ഉണ്ടാവും. ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നമ്മൾ ഈ 7 C's ആണ് ടോട്ടൽ പറയുന്നത്. ഇത് വരുന്നതാണ് കൺസൈസ്നെസ്, കറക്റ്റ്നെസ്, കംപ്ലീറ്റ്നെസ്. പിന്നെ അതായത് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കണം, ഒരു കോൺക്രീറ്റ്നെസ് ഉണ്ടായിരുന്നു, പറഞ്ഞ കാര്യങ്ങളിൽ ക്ലിയർ ആയിരിക്കണം, ദെൻ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, കോർട്ടസി. സോ മെയിൻലി കൺസൈസ്നെസ്, ക്ലാരിറ്റി, ദെൻ കോർട്ടസി, കോൺക്രീറ്റ്നെസ്, ദെൻ കംപ്ലീറ്റ്നെസ്, കറക്റ്റ്നെസ്, പിന്നെ ക്ലാരിറ്റി, കൺസിഡറേഷൻ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം പറയാനായിട്ടുള്ളത്. അടുത്തയാണ് ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സിനകത്ത് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ഇമോഷണൽ ബാരിയേഴ്സ് ഉണ്ട്, ദെൻ കൾച്ചറൽ ബാരിയേഴ്സ്, സോഷ്യൽ ബാരിയേഴ്സ്, എത്നിക് ബാരിയേഴ്സ് എല്ലാമാണ് വരുന്നത്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ ICT എന്ന് പറയും. ഇൻഫർമേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒന്നിൽ നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഇൻഫർമേഷൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് റേഡിയോ, DVD എക്സെട്ര. ദെൻ എന്താണ് ഈ ICTയുടെ യൂസ് എന്ന് പറയുന്നത്? ടീച്ചേഴ്സിന് ബെറ്ററായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനും. അപ്പോൾ അതാകുമ്പോഴത്തേക്കും ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് ബെറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് അവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ നോളേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പ്ലസ് അവർ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുന്നത് വഴി കുറേയും കൂടി നാളെ അവർക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് മെമ്മറി റിട്ടൻഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. യൂസസ് ആയിട്ട് പറയുന്നത് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, കുറേ കൂടി ഇൻഫോർമേഷൻസ് കിട്ടും, അവർ ഇന്നോവേറ്റീവ് ആവും, അവരുടെ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി കൂടുകയും കൂടി ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഫാർ ഇമ്പ്രൂവ് ആക്കാനായിട്ട് സാധിക്കും. ടീച്ചർമാരുടെ വർക്ക് ലോഡ് കുറച്ചും കൂടി കുറയും, പിന്നെ സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് കിട്ടും, ആൻഡ് ടീച്ചേഴ്സിന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ അത്രത്തോളം അറിവുണ്ടായിരിക്കണം. പിന്നെ എക്സ്പെൻസാണ് ഇത് എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചാർജ് കൊടുക്കണം, സാധനങ്ങൾ മേടിക്കാനുള്ള പൈസയും ഉണ്ട്. പിന്നെ യൂസ് ചെയ്തു തുടങ്ങി ഈസിയർ ആണെങ്കിൽ പോലും ആദ്യം സെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചേ പറ്റും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഇത് പറയുന്നതാണ് ടീച്ചിങ് മെത്തേഡ്സ്. ഇവിടെ ആദ്യത്തെയാണ് ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡിൽ സ്റ്റുഡൻസും ടീച്ചറും ഉണ്ട്. ടീച്ചർ അവർ പ്ലാൻ ചെയ്തേക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിച്ച് പോവുക ചെയ്യുന്നത്. അവിടെ സ്റ്റുഡൻസിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. പക്ഷെ നമുക്ക് ലാർജ് ഓഡിയൻസിന് ടീച്ചറിന് കുറേ ഫാക്റ്റും നോളേജും പ്രിൻസിപ്പിൾസും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ടീച്ചറാണ് അവിടുത്തെ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ്, സ്റ്റുഡൻസ് പാസീവാണ്. ഇത് കുറച്ച് എന്താണ് ഇതിൻ്റെ പേർപ്പസ്? ലെക്ചർ മെത്തേഡ് വഴി ഒരു ലാർജ് ഓഡിയൻസിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ദേ എക്സ്പെക്ട് ദാറ്റ് സ്റ്റുഡൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ പറ്റും, സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, പിന്നെ സ്റ്റുഡൻസ് തിങ്ക് ചെയ്യുന്നൊരു എബിലിറ്റി, അതെല്ലാം കൂടാനായിട്ട് സാധിക്കുമെന്ന്. ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത് അത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം, പിന്നെ കണ്ടൻറ്റ് ഡെലിവർ ചെയ്യണം. ദെൻ ഡെലിവറിക്കകത്ത് പറയുന്നത് ഇൻട്രഡക്ഷൻ, ഡെവലപ്മെൻറ്റ്, കൺസിഡറേഷൻ. ഓക്കെ, ദെൻ ജസ്റ്റ് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം എന്തൊക്കെയാണ് പോയി പഠിപ്പിച്ചു കൊടുക്കാനുള്ളതെന്ന്. പിന്നെ അത് പറയുന്ന സമയത്ത് ആദ്യം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഈ ടോപ്പിക് ഇന്നതാണ്, നന്നായിട്ട് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറയണം. ആ കണ്ടൻറ്റ് ഡെലിവർ ചെയ്യണം. പിന്നെ എല്ലാ കാര്യത്തിനും ഒരു കൺസിഡറേഷൻ ഉണ്ടാവണം. പിന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഇവിടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അവർ പാസീവായിട്ട് വെറുതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് അത്രത്തോളം അവരുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ കോൺസെൻട്രേഷൻ പവർ ശ്രദ്ധിക്കാതെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും മനസ്സിൽ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. ഇനിയുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ് സ്ട്രാറ്റജി, അതേപോലെ തന്നെ സ്റ്റുഡൻസ് മിനിമം ആയിട്ടുള്ള ഫീഡ്ബാക്കാണ് തരുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റിനിടയിലുള്ള ഗ്യാപ്പ് അവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. പിന്നെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവാണ്. ആൻഡ് ടീച്ചർ സ്റ്റുഡൻസിൻ്റെ ലാർജ് ഓഡിയൻസിന് ഫാക്ച്വലായിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിനകത്ത് ആദ്യം വരുന്നതാണ് പ്ലാനിങ്. അപ്പം നമ്മൾ നോക്കണം സ്റ്റുഡൻസ് നന്നായി എത്രത്തോളം ഫീഡ്ബാക്ക് തരുന്ന കൂട്ടത്തിലാണ്, ആൻഡ് എന്തൊക്കെ ഏവിയേറ്റ്സ് യൂസ് ചെയ്യണം, ആൻഡ് എന്തൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ആൻഡ് സ്റ്റുഡൻസിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക, ആൻഡ് സ്റ്റുഡൻസിൻ്റെ നേച്ചർ, സ്വഭാവം എന്താണ്, അവരുടെ ഒരു ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കണം. അടുത്ത് പറയുന്നതാണ് ഡെലിവറി. ഒരു ഇൻസ്ട്രക്ഷണൽ റാപ്പോർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ഇൻസ്ട്രക്ഷനകത്ത് ആദ്യ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ അവരുമായിട്ട് നല്ലൊരു റാപ്പോ കീപ്പ് ചെയ്യണം. പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് വഴി നമ്മുടെ ഇൻഫോർമേഷൻസ് നമ്മളിൽ നിന്ന് അവരിലോട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് എല്ലാ ഇൻഫോർമേഷൻസും സമ്മറൈസ് ചെയ്യുക എന്നാണ്. സോ മൊത്തത്തിൽ നിന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇംപ്ലിമെൻറ്റേഷൻ എന്ന ചാപ്റ്ററിൽ ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ്. അതിൻ്റെ പ്രിൻസിപ്പിൾസ്, സ്ട്രാറ്റജീസ് പറഞ്ഞു, പല ഡൈമെൻഷൻസ് കുറിച്ച് പറഞ്ഞു, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന്, പിന്നെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനകത്ത് ഫെസിലിറ്റേറ്റർ എന്താണ് ആ 7 C's, ബാരിയേഴ്സ്, പിന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT, അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട്, പിന്നെ ടീച്ചിങ് മെത്തേഡ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് ലെക്ചർ മെത്തേഡാണ്. എന്താണ് ലെക്ചർ മെത്തേഡ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് അതിൻ്റെ ഫീച്ചർ ആൻഡ് ഡിസഡ്വാൻറ്റേജും പ്ലസ് സ്റ്റെപ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.